Hi everyone, so welcome back to my video. Today we are going to discuss the third part of paper boards from 4th standard English. Okay, നമ്മൾ ഇത് മൂന്നാമത്തെ ഭാഗമാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പേപ്പർ ബോർഡ്സ് എന്ന കഥയുടെ മൂന്നാമത്തെ ഭാഗമാണ്. ബാക്കി രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതുകൂടി നിങ്ങളൊന്ന് കാണുക. ഓക്കെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗുഡ് ഗൈഡൻസ് എന്ന് പറഞ്ഞൊരു ഭാഗവും അതോടൊപ്പം എ ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ഭാഗവുമാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ആദ്യം തന്നെ ആ അന്ന എന്ന് പറഞ്ഞ കുട്ടി എങ്ങോട്ട് എത്താണ്? ആ അരുവിയിലേക്ക് എത്തി. അതിനുശേഷം അവരുടെ ഓരോ തോണിയും അവൾ എന്ത് ചെയ്തു? ആ സ്ട്രീമിലേക്ക്, അരുവിയിലേക്ക് ഒഴുക്കി അല്ലേ. എന്നിട്ടോ വേറൊരു കുട്ടി വന്നിട്ട് ആ ഒരു തോണി തട്ടിമറിക്കുന്നതും ശേഷം അവര് ആന്റി അരുന്ധതിയുടെ അടുത്തേക്ക് പോകുന്നതും ഒക്കെയാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. സോ ഗോയിങ് സ്ട്രൈറ്റ്ലി ടു ദ തേർഡ് പാർട്ട് ഓഫ് പേപ്പർ ബോർഡ്സ്. നോക്ക, ഗുഡ് ഗൈഡൻസ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നുണ്ട്. വാട്ട് ക്യാൻ യു സീ ഇൻ ദാറ്റ് പിക്ചർ? Some paper boards for Anna, isn't it? അവള് നോക്കി നിൽക്കുന്നുണ്ട് അല്ലെ. കുറച്ച് പേപ്പറുകൾ നിങ്ങൾക്ക് ആ ടേബിളിന്റെ മുകളിൽ കാണാം അല്ലെ. ഇറ്റ്സ് ഓൺ ദ ടേബിൾ. ദെൻ വി ആർ ഗോയിങ്. സോ ഗുഡ് ഗൈഡൻസ്. എന്താ ഗൈഡൻസ് കേട്ടിട്ടുണ്ടോ? ഗുഡ് നമുക്കറിയാം, നല്ല എന്നുള്ള അർത്ഥം അല്ലെ. സോ ഗുഡ് ഗൈഡൻസ് എന്ന് പറഞ്ഞാലോ, ഗൈഡൻസിന്റെ അർത്ഥം നിർദ്ദേശം അല്ലെങ്കിൽ നേതൃത്വം എന്നൊക്കെയാണ്. അപ്പൊ ഗുഡ് ഗൈഡൻസ് പറഞ്ഞാലോ നല്ല നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നല്ല നേതൃത്വം എന്നാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ റീഡ് ഇറ്റ് ഫോർ യു. In no time a board was ready and then a few more. Finally she gave all the boards to Anna and said, "Here, go and have fun." Clutching the boards tightly, Anna started walking hesitantly towards the stream. The boy was still there. He looked at her curiously. Anna took out two not so good boards and held them out. "Here you are." She handed the boards over to the boy without the trace of a smile. The boy took them and just stood there quietly. He did not know what to say. Okay, നമുക്ക് അർത്ഥത്തിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു ഗുഡ് ഗൈഡൻസ്, നല്ല നിർദ്ദേശങ്ങൾ, നല്ല നേതൃത്വം എന്നൊക്കെയാണ് അർത്ഥം. In no time a board was ready. എന്താണ്? സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? എ ബോർഡ് വാസ് റെഡി, തയ്യാറായി. എന്ത് ചെയ്തു? അരുന്ധതി ആൻഡ് ഹി മെയ്ഡ് എ ഗുഡ് ബോർഡ് ഫോർ അന്ന അല്ലെ. നല്ലൊരു ബോട്ട് അന്നയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇൻ നോ ടൈം, എന്താണ്? സമയമൊന്നും കളയാതെ എന്ത് ചെയ്തു? അന്നയ്ക്ക് അത് ഉണ്ടാക്കി കൊടുത്തു. ആൻഡ് ദെൻ എ ഫ്യൂ മോ, അതിനുശേഷമോ? അതിനുശേഷം എ ഫ്യൂ മോ, കുറച്ചുകൂടി ഉണ്ടാക്കി. Finally, അവസാനം. She gave all the boards to Anna and said, ആ ബോട്ടുകളെല്ലാം ഗാവ് എന്ന് പറഞ്ഞ നൽകുക എന്നാണ്. ഗാവ് all the boards, എന്ത് ചെയ്തു? അന്നയ്ക്ക് ആ എല്ലാ തോണിയും അന്നയ്ക്ക് നൽകി. And said, "Here, ഇതാ, go and have fun." എന്താണ് ഫൺ? നേരം പോക്ക്, തമാശ. ഇത് നീ കയ്യിൽ വെച്ചോ, പോയിക്കോളൂ എന്ന് പറഞ്ഞു. Then clutching the boards tightly. ടൈറ്റ്ലി. ക്ലച്ചിങ് എന്ന് പറഞ്ഞാൽ ബലമായി പിടിക്കുക എന്നാണ്. എന്ത് ചെയ്തു? അന്ന ആ തോണികളൊക്കെ ബലമായി പിടിച്ചുകൊണ്ട്, ടൈറ്റ്ലി ബലമായി പിടിച്ചുകൊണ്ട് അന്ന സ്റ്റാർട്ടഡ് വാക്കിംഗ് ഹെസിറ്റന്റ്ലി ടുവാർഡ്സ് ദ സ്ട്രീം. എങ്ങോട്ടാ പോയത്? യെസ്, ടുവാർഡ്സ് ദ സ്ട്രീം, ആ അരുവിയിലോട്ട് പോയി. എങ്ങനെ പോയത്? വാക്കിംഗ് ഹെസിറ്റന്റ്ലി എന്ന് പറഞ്ഞാൽ മടിയോടുകൂടി, മടിയായിട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, then the boy was, ആ ബോയ് അവിടെ ഉണ്ടായിരുന്നു. അവൻ എങ്ങോട്ടും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. near the stream, ആ അരുവിയുടെ അടുത്ത്. then he looked at her curiously. എന്ത് ചെയ്തു? അവൻ അവളെ നോക്കി. എങ്ങനെയാ നോക്കിയത്? ക്യൂരിയസ്ലി. ക്യൂരിയസ് എന്ന ആകാംക്ഷയോടെ നോക്കി അല്ലേ. സ്വാഭാവികമായിട്ട് എന്താ, ഈ പെൺകുട്ടി എന്താണ് വീണ്ടും ഇവിടേക്ക് വന്നതെന്നായിരിക്കും അവൻ നോക്കുന്നുണ്ടാവുക അല്ലേ. Anna took out two not so good boards and held them out.
എന്ത് ചെയ്തു? അന്ന ടുക്ക് പറഞ്ഞ എടുക്കുക, എടുത്തു. ടു നോട്ട് സോ ഗുഡ് ബോട്ട്, കാണുമ്പോ നല്ലതെന്ന് തോന്നാത്ത 2 ബോട്ടുകൾ എന്ത് ചെയ്തു? അന്ന പുറത്തെടുത്തു. ഹിയർ യു ആർ, ഇത് വെച്ചോളൂ. ആരോടാണ് പറയുന്നത്? ആൺകുട്ടിയോട് അല്ലെ. ഷീ ഹാൻഡഡ് ദ ബോർഡ്സ് ഓവർ ടു ദ ബോയ്. ഷീ ഹാൻഡഡ്, അവൾ എന്ത് ചെയ്തു? കയ്യിൽ പിടിച്ചിട്ട് ആ ബോട്ടുകൾ ആർക്ക് കൊടുത്തു? ടു ദ ബോയ്, ആൺകുട്ടി കൊടുത്തു. വിതൗട്ട് ദ ട്രേസ് ഓഫ് എ സ്മൈൽ, ഒരു പുഞ്ചിരി പോലും ഇല്ലാതെ അല്ലെ, ഒരു പുഞ്ചിരി പോലും അവളുടെ മുഖത്ത് കാണാൻ സാധിക്കില്ല. അങ്ങനെ എന്ത് ചെയ്തു? അവള് ആ ബോട്ടുകൾ ആ ആൺകുട്ടിക്ക് കൊടുത്തു. ദ ബോയ് ടുക്ക് ദം ആൻഡ് ജസ്റ്റ് സ്റ്റുഡ് ദർ. ആ ബോയ് അത് വാങ്ങിയിട്ട് എന്ത് ചെയ്തു? ജസ്റ്റ് സ്റ്റുഡ് ദർ, സ്റ്റുഡ് നിൽക്കുക, അവിടെ നിന്നു. ക്വയറ്റ്ലി, എന്താ ക്വയറ്റ്ലി പറഞ്ഞാല്? അതെ, നിശബ്ദമായിട്ട് നിന്നു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അവൻ എന്തറിയില്ലായിരുന്നു? വാട്ട് ടു സേ, എന്ത് പറയുമെന്ന് അവൻ അറിയില്ല. ഓക്കെ, സോ ഗോയിങ് ടു ദ സെക്കൻഡ് വൺ, എ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ട്രൂ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞ എന്താണ്? ഒരു നല്ല സൗഹൃദ ബന്ധം. സോ ലുക്ക് അറ്റ് ദ പിക്ചർ. ഹിയർ യു കുഡ് സീ ദ സ്ട്രീം ആൻഡ് അന്ന നിയർ എ ബോയ് അല്ലെ, ഒരു ആൺകുട്ടി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം അന്ന എന്ത് ചെയ്യുന്നുണ്ട്? ഹാൻഡിങ് ഓവർ ദ ബോർഡ്സ് ടു ദ ബോയ് അല്ലെ. അത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഗോയിങ് ടു ദ പാസേജ്. അന്ന ജെൻലി ലോഞ്ച്ഡ് എ ബോട്ട്. എന്ത് ചെയ്തു? അന്ന സാവധാനം, ജെൻലി നമ്മൾ ആദ്യ ഭാഗത്ത് പഠിച്ചു, ജെൻലി പതുക്കെ, ലോഞ്ച്ഡ് വെള്ളത്തിലേക്ക് ഇറക്കി, ഹെ ബോട്ട് എന്ത് ചെയ്തു? അവള് അവിടെ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കി, തോണി വെള്ളത്തിലേക്ക് ഇറക്കി. സ്വിഫ്റ്റ്ലി, വേഗതയിൽ. ദ ബോട്ട് സെയിൽ ഡൗൺ ദ സ്ട്രീം. എന്ത് ചെയ്തു? ആ ബോട്ട് സെയിൽ, ചലിച്ചു. എങ്ങോട്ടാ ചലിച്ചത്? ടു ദ സ്ട്രീം, അരുവിയിലേക്ക് ചലിച്ചു. ദെൻ ദ ബോയ് സ്റ്റുഡ് ദ വാച്ചിങ് ഇറ്റ്. എന്ത് ചെയ്തു? ദ ബോയ് സ്റ്റുഡ് എന്താണ് അർത്ഥം? യെസ്, നിന്നു, നിൽക്കുക എന്നാണ് സ്റ്റുഡിന്റെ അർത്ഥം. ദ വാച്ചിങ് ഇറ്റ്, വാച്ചിങ് അത് കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? ദ ബോയ് സ്റ്റുഡ് ദ. എ ഫെയിൻഡ് സ്മൈൽ അപ്പിയർഡ് ഓൺ ഹിസ് ലിപ്സ്. എന്ത് ചെയ്തു? സ്മൈൽ, ചിരി, പുഞ്ചിരി. അപ്പിയർഡ് പ്രത്യക്ഷപ്പെട്ടു. ഓൺ ഹിസ് ലിപ്സ്, ചുണ്ടുകളിൽ. എങ്ങനത്തെ ചിരിയാണ്? എ ഫെയിൻഡ്. ഫെയിൻ മീൻസ് അവ്യക്തമായ. ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിരിക്കുന്നുണ്ട്, അല്ലെന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ഒരു ചിരി അവന്റെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു. അന്ന ലുക്ഡ് അറ്റ് ദ ബോയ് ത്രൂ ദ കോർണർ ഓഫ് ഹർ ഐസ്. എന്താണ്? അന്ന ലുക്ഡ്, അന്ന ശ്രദ്ധിച്ചു, കണ്ടു. അറ്റ് ദ ബോയ് ത്രൂ ദ കോർണർ ഓഫ് ഹർ ഐസ്. അന്ന സ്ട്രീമിലേക്ക് നോക്കി നിൽക്കുകയാണ് അല്ലെ, ആ ബോട്ടിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോ ഇടം കണ്ണിട്ടിട്ട് നമ്മൾ പറയും അല്ലെ, ആ കണ്ണിന്റെ ഒരു കോർണറിലൂടെ അവളെ, അല്ലെങ്കിൽ കണ്ണിന്റെ ഒരു മൂലയിലൂടെ എന്ത് ചെയ്തു? അവൻ ചിരിക്കുന്നത്, അവ്യക്തമായി ചിരിക്കുന്നത് കണ്ടു. സഡൻലി, പെട്ടെന്ന്. ഷീ സോ ദ ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺസ്. എന്താണ്? ഷീ സോ മീൻസ് കണ്ടു. ദ ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺ. ഹീപ്പ് എന്ന് പറഞ്ഞ കൂന എന്നാണ് അർത്ഥം അല്ലെ. എന്തിന്റെ കൂനയാണ്? മഡ് ആൻഡ് സ്റ്റോൺ. മഡ് ചളി, നമ്മൾ പഠിച്ച വാക്കാണ്. ആൻഡ് സ്റ്റോൺ കല്ല്. ആ തോണി എന്ത് ചെയ്തു? ഒരു കൂനയിൽ പോയി ഇടിച്ചു അല്ലെ. എന്തിന്റെ കൂനയാണ്? വിത്ത് മഡ് ആൻഡ് സ്റ്റോൺ, ചളിയും കല്ലും നിറഞ്ഞിട്ട് കൂനയിൽ പോയി ഇടിച്ചു. ദെൻ വാട്ടർ സ്പ്ലാഷ്ഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. എന്ത് ചെയ്തു? സ്പ്ലാഷ്, തെറിക്കുക. എങ്ങോട്ട് തെറിച്ചു? വെള്ളം ആ തോണിയിലേക്ക് തെറിച്ചു. ആൻഡ് സ്ലോലി ഫ്ലഡഡ് ഇറ്റ്. എന്ത് ചെയ്തു? വെള്ളം പ്രവഹിച്ചു, എന്നിട്ടോ ആ തോണി മുങ്ങി. അതാണ് സംഭവം. ഇൻ എ ഫ്ലാഷ്, പെട്ടെന്ന്. ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. എന്ത് ചെയ്തു? പെട്ടെന്ന് ആ കുട്ടി എന്ത് ചെയ്തു? ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം, അരുവിയിലേക്ക് ചാടി. എന്നിട്ടോ ആൻഡ് പുൾ ദ ബോട്ട് ഔട്ട് ഓഫ് ദ വാട്ടർ. എന്ത് ചെയ്തു? വെള്ളത്തിൽ നിന്ന് ആ ബോട്ട് അവൻ വലിച്ചെടുത്തു. ആഫ്റ്റർ ദാറ്റ് ഹി ഗാവ് ഇറ്റ് ടു അന്ന. എന്ത് ചെയ്തു? അന്നയ്ക്ക് കൊടുത്തു അല്ലെ. നല്ലൊരു സൗഹൃദമാണ് അവിടെ ഉണ്ടായത് അല്ലെ. നിങ്ങൾക്കും ചിലപ്പോ അതുപോലെ കുറെ സൗഹൃദങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഷീ ടുക്ക് ദ ബോട്ട് ആൻഡ് സ്മൈൽഡ്. അവൾ എന്ത് ചെയ്തു? ആ ബോട്ട് കയ്യിലേക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്തു? സ്മൈൽഡ്, പുഞ്ചിരിച്ചു. ദ ബോയ് സ്മൈൽ ബാക്ക് പ്ലസന്റ്ലി. എന്ത് ചെയ്തു? നല്ല ഭംഗിയോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ആ ബോയ് തിരിച്ചും സ്മൈൽ, പുഞ്ചിരിച്ചു.
Anna gently placed another boat in the stream. അതിനുശേഷം after that, Anna gently പതുക്കെ placed another boat in the stream. എന്ത് ചെയ്തു? വേറെ ഒരു ബോട്ട്, വേറൊരു തോണി അരുവിയിലേക്ക് വെച്ചു. Then it sailed swiftly and drifted past. എന്ത് ചെയ്തു? അത് വേഗതയില് എങ്ങോട്ട് പോയി? വെള്ളത്തിലേക്ക് അങ്ങനെ ചലിച്ചു പോയി, മുമ്പോട്ട് പോയി. ഡ്രിഫ്റ്റഡ് പാസ്റ്റ്, ദൂരേക്ക് പോയി. സൂൺ ഇറ്റ് വാസ് ഔട്ട് ഓഫ് സൈറ്റ്. എന്താണ് ഇപ്പൊ അത്? ഔട്ട് ഓഫ് സൈറ്റ്. സൈറ്റ് എന്ന കാഴ്ച എന്നാണ് അർത്ഥം. ഔട്ട് ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാലോ കാഴ്ചക്ക് അപ്പുറത്തേക്ക് കുറെ ദൂരം സഞ്ചരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് ഇപ്പോ ബോട്ട് കാണാൻ സാധിക്കുന്നില്ല. അന്ന ആൻഡ് ദ ബോയ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ആൻഡ് സ്മൈൽഡ്. ആഫ്റ്റർ ദാറ്റ് ലാസ്റ്റ് ഫൈനൽ line of the story, Anna and the boy looked at each other. അവർ പരസ്പരം നോക്കിയിട്ട് smiled, പുഞ്ചിരിച്ചു. Okay, so this is the end of the story, Pepper Boats from 4th Standard English. Do you like the story? Yes, exactly. Everybody likes this story. It's a simple story, you know. So, who do you like most? നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അന്ന അല്ലേ? അന്നയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലേ? ഷീ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇതിൽ ഏത് സന്ദർഭമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? വിച്ച് സിറ്റുവേഷൻ? ഏത് സന്ദർഭമാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. സോ ഹിയർ വി ആർ കൺക്ലൂഡിങ് ദ ക്ലാസ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗം നല്ല രീതിയിൽ യു ഹാവ് ടു റീഡ് വൺ മോർ, നല്ല രീതിയിൽ വായിച്ചു നോക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഡു ദ ആക്ടിവിറ്റീസ് that are given in the textbook. Okay, so see you soon. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതോടൊപ്പം നിങ്ങൾ 1ഉം 2ഉം ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതുകൂടി നിങ്ങളൊന്ന് കാണാം. ഓക്കെ, see you soon in the next video. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.